സാർ ഇനി ബി ജെ പിക്ക് നേടാനുള്ളത് ആകെ രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബംഗാൾ മാതൃകയിൽ അവർ കേരളവും തമിഴ്നാടും ഉടനെ നേടുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അവരുടെ അടുത്ത ലക്ഷ്യം അതാണ്. അതിലൊരു 50% അവർ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇനി അവർക്ക് എളുപ്പത്തിൽ ഭരണം നേടാവുന്ന അല്ലെങ്കിൽ അവർക്ക് വളർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ അവർ ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആളുകളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 2011 ബംഗാളിൽ മമതാ ബാനർജി വരുമ്പോൾ മമതാ ബാനർജി CPM-നെ തല്ലി ഒതുക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അടിച്ചൊതുക്കിക്കൊണ്ടാണ് മമതാ ബാനർജി അധികാരത്തിലേക്ക് വന്നത്. അധികാരത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് RSSും BJP ഒക്കെയാണ്. കാരണം RSS നിന്ന് ദുർഗ എന്ന് വിളിക്കാനുള്ള കാരണം തൽക്കാലത്തേക്ക് താങ്കൾ ദുർഗ ആയിക്കോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഈ ജ്യോതി ബസു ആണെങ്കിലും അതിനുശേഷം ബംഗാൾ ഭരിച്ചിട്ടുള്ള CPM-ൻ്റെ മുഖ്യമന്ത്രിമാരൊക്കെ ആണെങ്കിലും ഒരു വലിയ പരിമിതി യഥാർത്ഥത്തിൽ ഇവർക്കുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? വലിയൊരു അഴിമതിയോ അല്ലെങ്കിൽ മറ്റ് മഹാവൃത്തികേടുകളോ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ കാര്യം ശരി, ഇവരിപ്പോൾ ത്രിപുരയിൽ നിർമ്മൽ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു റൂമിൽ ഉള്ള ഒരു പാണ്ടക്കെട്ടും പുസ്തകങ്ങളും ബാക്കിയുള്ളതും മാത്രമാണ് ത്രിപുരയിൽ അത്രയും കാലം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഇവിടെ ഉണ്ടായത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ യഥാർത്ഥത്തിൽ BJP-യോട് എതിർത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും മമതാ ബാനർജിയെ പരിപൂർണമായും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പാർത്ഥ ചാറ്റർജിയുടെ കയ്യിൽ നിന്ന് 21 കോടി രൂപയുടെ സമ്പാദ്യം പിടിക്കുന്നു, നിരവധി അഴിമതിക്കാരായിട്ടുള്ള മന്ത്രിമാരുണ്ടാകുന്നു, നാരദ പോലെയുള്ള ആളുകൾ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, വലിയ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തുന്നു. സുവേന്ദു അധികാരി തന്നെ വലിയ അഴിമതി ആരോപണത്തിൽ പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാം കൊണ്ടും എന്താണ് അടുത്ത ഗുണമെന്നറിയോ? 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾക്ക് തന്നെ ഇവരുടെ പുറത്തുള്ള വിശ്വാസം നഷ്ടപ്പെടും. രണ്ടാമത്തെ ഏറ്റവും വലിയ ഗുണമുണ്ട്. ആ ഗുണമാണ് ആരും കാണാത്തത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പിന്നെ ഐഡിയോളജി ഒന്നും ഒരു വിഷയമല്ല. അവരിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഹുമയൂൺ കബീറിനെ കൊണ്ട് എന്ത് ചെയ്യാം? അമ്പലം കെട്ടിക്കാം, 1000 കോടി കൊടുത്താൽ മതി. നേരത്തെ പറഞ്ഞ സുവേന്ദു അധികാരിയെ കൂളായിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യാം? പിടിക്കാം. കാരണം എന്ന് വെച്ചാൽ അവർക്കൊന്നും ഈ ഐഡിയോളജിക്കൽ ബാരിയർ ഒന്നുമില്ല. ആശയപരമായിട്ടുള്ള വലിയ കടമ്പകളൊന്നും കടക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ കാര്യം. ഇത് വളരെ സ്ട്രാറ്റജിക്കലി ഇത്തവണ കേരളത്തിലടക്കം അങ്ങനെ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അടപടലം ഇത് തെറ്റാനുള്ളൊരു കാരണം, ഒന്ന്, ഇത്തരത്തിൽ ഈ പറയുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ കൃത്യമായിട്ടുണ്ടായതും അതിനേക്കാൾ ഉപരി ഞാൻ വിചാരിക്കുന്നത് RSS സംഘപരിവാര സ്ട്രാറ്റജിക്കായിട്ടുള്ള വോട്ടിംഗ് ഉണ്ട്. ഞാനിപ്പോൾ അത് മുഴുവൻ പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരോട് പറയട്ടെ. ഇപ്പോൾ 41 സീറ്റുകളിലാണ് നിങ്ങൾ അറിയേണ്ടത് BDJS-ന് 2020-ക്ക് വേണ്ടി കേരളത്തിൽ നൽകിയത്. അതിൽ 2020-ക്കൊക്കെ നൽകിയതിൽ 2 സീറ്റുകൾ ഒഴികെ ബാക്കി ഒരു സ്ഥലത്തും വോട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല അവർ. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാതിരിക്കണം എന്ന് RSSും സംഘപരിവാരമൊക്കെ വിചാരിച്ചു. അതുകൊണ്ടാണ് തൃപ്പൂണിത്തുറ പോലെ കൊടുങ്ങല്ലൂർ പോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാതിരുന്നത്, ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ സീറ്റുകൾ കൊടുങ്ങല്ലൂരടക്കം സീറ്റ് കൊടുക്കാതിരുന്നത്. മനസ്സിലായോ? കൊടുങ്ങല്ലൂരടക്കം 2020-ക്ക് സീറ്റ് കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നിലപാട്. ആ നിലപാടിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ UDF വരുന്നു എന്ന് പറഞ്ഞാൽ നാളെ BJP-ക്ക് ഒരു ശക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി MLA-മാരെയും കുറേ കൂടി നേതാക്കന്മാരെയും അതിനകത്തുനിന്ന് വലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. കാരണം വേറെ പ്രശ്നമില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇവർക്കെതിരെ പ്രചരണം നടത്താൻ എളുപ്പമാണ്. എന്താണ് കാര്യം? ഇവർക്കെതിരെ അഴിമതി ആരോപണങ്ങളും നിരവധി പ്രശ്നങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളതും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ, ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനമുണ്ട് എന്നുള്ളതൊക്കെ ഉന്നയിക്കാൻ നിരവധി സംഭവങ്ങൾ ഇനി അല്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പല വിഷയം വരുമ്പോൾ ഇപ്പോൾ വഖഫ് വിഷയം വന്നു, അപ്പോൾ CPM അതാ കണ്ടോ, CPM-ഉം കോൺഗ്രസും ഒന്നിച്ചു. ഇപ്പൊ മദനിയുടെ വിഷയം വന്നു. അതിലൊക്കെ ഞാൻ പറയുന്നത് അതിലൊക്കെ പോലും ഒരു പരിധിയുണ്ട്. ഇപ്പൊ വഖഫ് വിഷയം വരുമ്പോൾ അവര് എന്ത് ചെയ്യുന്നു, ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ CPM-നകത്തുള്ള വോട്ടുകൾ മേടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ പ്രചരണം നടത്താൻ എളുപ്പം എന്താ? കാരണം മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്വാധീനമുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് ഈ നിലപാടെടുക്കുന്നത് എന്നുള്ളത് കേരളത്തിലും നാഷണൽ ലെവലിലും ഒക്കെ അവർക്ക് പ്രചരണം നടത്താൻ കുറച്ചുകൂടി എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ കേരളത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലെ പക്ഷേ കോൺഗ്രസിന് വലിയ രീതിയിൽ ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുന്നുണ്ടോ? കോൺഗ്രസിന് ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല അർജുൻ പ്രശ്നം. അർജുൻ അതിന്റെ പോയിന്റ് മനസ്സിലാക്കാത്തതാണ്. അർജുൻ പറയുന്നത് നാളെ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു LDF സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ മത സമുദായിക ശക്തികളുടെ പ്രീണനം നടത്തുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്? പിണറായി വിജയനാണ് ഭരിക്കുന്നത്. അവിടെ നാളെ സുകുമാരൻ നായർ എന്നാൽ വെയിറ്റ് ചെയ്തിരിക്കണമെന്നറിയാം. അല്ലെങ്കിൽ നാളെ ബിഷപ്പുകാർ ചെന്നുണ്ടെങ്കിൽ ബിഷപ്പുകാർക്കെതിരെ പോലും കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാകും എന്ന് പറയുന്ന തോന്നൽ ഈ കേരളീയ സമൂഹത്തിനുണ്ട്. അതേസമയം ഈ പ്രാവശ്യം അതൊക്കെ മാറിയില്ലേ?
എങ്ങനെ മാറി? ഈ പ്രാവശ്യം നമുക്ക് മാറി എന്ന് പറഞ്ഞ ഒരു പ്രചരണം ഇവർ അഴിച്ചു വിട്ടതുകൊണ്ട് ആളുകൾക്ക് ഒരു തോന്നലുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോൾ പോലും NSSന്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമുദായത്തിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പിന്തുണ ഉണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്ന? ഇല്ല. നിങ്ങൾ അറിയേണ്ടത് NSSന്റെ പിന്തുണ ഉണ്ടായി, SNDPയുടെ പിന്തുണ ഉണ്ടായി എന്ന് പറയാം. അങ്ങനെ മാത്രമല്ല പല സ്റ്റേജുകളിലും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുകയും കാറിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാടായിരുന്നല്ലോ ശക്തമായിട്ട്. അർജുൻ മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്ന കാര്യം. എനിക്ക് സങ്കടം ഉണ്ടാകും പറയാൻ. അർജുൻ മനസ്സിലാക്കേണ്ടത് NSSന്റെ പിന്തുണയും SNDPയുടെ പിന്തുണയും പിണറായി വിജയൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹിന്ദു കൺസോളിഡേഷൻ BJPക്ക് അനുകൂലമായിട്ട് വരിക? അപ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ പിണറായി വിജയൻ അനുകൂലമായിട്ട് എന്ത് ചെയ്യും? വരും. ഞാൻ പറഞ്ഞു വന്നത് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. അവർക്ക് പറയേണ്ട ബാധ്യത എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗദൂദികളുടെയും SDPയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയും അവരുടെ രീതിക്കും അനുസരിച്ചാണ് ഭരണം നടക്കുന്നതെന്ന് പറയാൻ ആര് വന്നം? UDF വന്നം. ആ UDF വന്നാലേ എന്ത് ചെയ്യുള്ളൂ? കൃത്യമായിട്ട് അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ഇപ്പുറത്തെ ഒരു സാധ്യതകളുള്ളൂ. കാരണം അങ്ങനെ ഭരണം നടക്കുന്നു. ഇനി ഭരണം യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതിനു മുമ്പ് UDF വന്നപ്പോഴും 5ാം മന്ത്രിസ്ഥാനത്തിന്റെ വിവാദം നമുക്ക് ഓർമ്മയുണ്ട്. അല്ല, അതൊക്കെ അങ്ങനെ തന്നെയാണ്. ആ ഒരു പ്രചരണം നടത്താൻ BJPക്ക് എളുപ്പം UDF വരുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതാണ്? അല്ല, പ്രചരണം നടത്താൻ എളുപ്പം UDF വരുന്നത്. ഞാൻ പറഞ്ഞു മുഴുവനാക്കില്ല. അങ്ങനെ പ്രചരണം നടത്താൻ എളുപ്പം അതാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ തിരിച്ചിങ്ങോട്ട് വരുമെന്നല്ല. അങ്ങനെ പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും LDFനോ CPMനോ അത്തരത്തിൽ എക്സ്ട്രീമായിട്ടുള്ള പ്രചരണം നടത്താൻ പറ്റില്ല. ആ പ്രചരണം നടത്താൻ ഇവരെ കൊണ്ട് പറ്റുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ LDFലും CPMനും വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ബാക്കിയുള്ള ആളുകൾ കൂടി ഇങ്ങോട്ട് പോരും. ഇവരുടെ നിലപാട് പോരാ. കാരണം എന്താ? ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPMനെ പറഞ്ഞ ഹിന്ദു പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ചെറിയൊരു കോൺസ്റ്റന്റ് അത് ഹിന്ദുക്കൾ കൂടുതൽ വോട്ട് ചെയ്യുന്ന പാർട്ടി അവരാണ്. അതാണ് കറക്റ്റ്. ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ BJP സംബന്ധിച്ചിടത്തോളം CPMനെ പൊളിക്കാൻ കഴിയും. CPMനെ പൊളിക്കാൻ കഴിയും. ആ CPMനെ പൊളിക്കാൻ UDF അധികാരത്തിലിരിക്കുന്നതാണ് നല്ലത്. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രമായ നിലപാടുകളിലേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ അതിന്റെ തുടക്കം കണ്ടു കഴിഞ്ഞു. ആ തുടക്കം എന്താ? പ്രതീഷ് വിശ്വനാഥൻ അടക്കമുള്ള ആളുകൾ ഇപ്പൊ തന്നെ തുടങ്ങി കഴിഞ്ഞു. ഇനി ഇത് കൂടും. ശശികല അടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് ഇനി ഒരു കാര്യം കൂടി പറയാം. യഥാർത്ഥത്തിൽ അതിനുള്ള ഒരുപാട് അവസരങ്ങളും ആരൊരുക്കി കൊടുക്കും? UDF ഒരുക്കി കൊടുക്കും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറഞ്ഞു വന്ന ഒരു പോയിന്റ് മാത്രമാണ് കേരളം. ഇനി തമിഴ്നാട്ടിലേക്ക് വന്ന എന്താ സിറ്റുവേഷൻ എന്നറിയോ? തമിഴ്നാട്ടിലേക്ക് എന്നുള്ള സിറ്റുവേഷൻ ഒരു ദ്രാവിഡ പാർട്ടികൾക്കല്ലാതെ അവിടെ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം ഇതേവരെ വേരുറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കഴിഞ്ഞിട്ടില്ല സ്ഥലത്തേക്ക് ജോസഫ് വിജയാണ് വരുന്നത്. വെറും വിജയല്ല, ശ്രദ്ധിക്കണം, ജോസഫ് വിജയാണ് പറഞ്ഞത്. ആ ജോസഫ് വിജയ് അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ജോസഫ് വിജയുടെ മേഴ്സൽ ഇറങ്ങിയപ്പോഴും അതുപോലെ തന്നെ കത്തി ഇറങ്ങിയപ്പോഴും ഇതുപോലെ നിരവധി കാര്യങ്ങൾ ഇറങ്ങിയപ്പോഴും ഇത് ജോസഫ് വിജയാണെന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് BJPക്കാർ പറഞ്ഞിട്ടാണ്, സംഘപരിവാരക്കാർ പറഞ്ഞിട്ടാണ്. അപ്പൊ ആ ജോസഫ് വിജയിനെ അധികാരത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടും ഈ ഒന്ന് എന്ന് പറയുന്നത് ചെറിയൊരു ഷെയ്ക്ക് ഈ ദ്രാവിഡ പാർട്ടികൾക്കല്ല പ്രാമുഖ്യം, അങ്ങനെ അല്ലാത്ത പ്രാമുഖ്യമുള്ള പാർട്ടി അല്ലാത്തൊരു പാർട്ടി അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദ്രാവിഡ കൾച്ചർ ഉള്ളത് കൊണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ BJP വളർന്ന പോലെ അവിടെ BJPക്ക് വളരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്തരത്തിൽ ഒരു വളരാനുള്ള സാഹചര്യം ഈ ദ്രാവിഡ കൾച്ചറിൽ നിന്ന് വിട്ടുപോകും എന്ന് പറയുന്ന ഒരു കാര്യം. അദ്ദേഹം ഇവാഞ്ചലിസ്റ്റ് ആണെന്നും അദ്ദേഹം ഒരു ക്രിപ്റ്റോ ഞാൻ പറഞ്ഞു ആദ്യം മതമല്ല. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദ്രാവിഡ പാർട്ടികൾ അല്ലാത്തൊരു പാർട്ടികൾക്ക് ആളുകൾ വോട്ട് ചെയ്യും എന്ന് പറയുന്ന പരീക്ഷണം BJPക്ക് കൃത്യമായി മനസ്സിലായിരിക്കുന്നു, അവിടെ വിജയിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യം ഈ ജോസഫ് വിജയാണ് ഭരിക്കുന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ നമുക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ള പറയുന്ന ഒരു പ്രചരണത്തിന് താങ്കൾ പറഞ്ഞ പോലെ അവർ തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി തുടക്കമിടാൻ വരുന്ന അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഭരണം എത്രത്തോളം പ്രോപ്പറായി കൊണ്ടുപോകും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരു ഭരണത്തിന് ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം എന്താണെന്നറിയോ? ഇന്ന് വരെ ഒരു ജനതയും ഒരു ഭരണത്തെയും സർവാത്മന സ്വീകരിക്കുകയും ഇത് സുന്ദരമാണെന്ന് പറയുകയും ചെയ്ത ചരിത്രമില്ല. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ബൈബിളൊക്കെ എഴുതി വെച്ചേക്കുന്നവനെ സമ്മതിക്കുന്നത് അതുകൊണ്ടാണ്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണാൻ അയൽവക്കക്കാരൻ്റെ ജനലിലൂടെ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും കിട്ടിപ്പോയാൽ അതിനിപ്പോൾ എത്ര സുന്ദരിയാണ്, വിശ്വസുന്ദരി പട്ടം കിട്ടുകയാണെങ്കിൽ നമുക്ക് തോന്നും അവരുടെ കുറവുകൾ എന്ത് ചെയ്യും തോന്നും. ഇനി ഞാൻ പലപ്പോഴും എൻ്റെ ഓഫീസിൽ പറയാറുണ്ട്, നിങ്ങളൊരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറിക്കോ, കിട്ടുന്നതിന് മുമ്പ് വരെ നമുക്ക് എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടിയതാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും അല്ലാതെ വേറൊന്നും കാണില്ല. എന്നെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ തലയിൽ കഷണ്ടിയാണ്, പുള്ളി വെളുത്തിരിക്കുകയാണെന്നൊക്കെയുള്ള കുറ്റം വരെ നിങ്ങൾ പറയും. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറ്റങ്ങളല്ലാതെ മറ്റൊന്നും കാണില്ല. നൂറിൽ 100 പേര് നമ്മൾ ജോലിക്ക് എടുത്താൽ 100ൽ 100 പേരും ജോലി കിട്ടുന്നതിന് മുമ്പ് ദൈവം ഇതെങ്ങനെയെങ്കിലും കിട്ടിയാൽ കൊള്ളാൻ തോന്നും. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 80 പേരും നമ്മുടെ കുഴപ്പം എന്ത് ചെയ്യുള്ളൂ. അതിന്റെ കാരണം അതുകൊണ്ട് തന്നെ
അവിടെ BJP അവിടെ വിജയ് ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പിടിക്കാനുള്ള ഒരു പരിപാടി കിട്ടിയിരിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ വിജയ്ക്ക് തന്നെ അവിടെ ഒരു ഭൂരിപക്ഷത്ത് നഷ്ടപ്പെടുകയാണ് ബാക്കിയുള്ളതുണ്ടെങ്കിൽ BJPക്ക് പതുക്കെ അധികാരത്തിലേക്ക് കൂടി പടർന്നു കയറാൻ അങ്ങനെ നിരവധി ഓപ്ഷനുകൾ അവർക്കുണ്ട്. യഥാർത്ഥത്തിൽ മമതാ ബാനർജി 2011 BJP ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച ഒരാളാണ്. കാരണം എന്താ, BJP വന്നിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എനിക്ക് അനുകൂലമായിട്ട് ഉണ്ടാവുമെന്ന് കരുതിയ ഒരാളാണ്. 30-32% വരുന്ന ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എനിക്ക് അനുകൂലമായി ഉണ്ടാവുമെന്ന് കരുതിയ ഒരാളാണ്. അപ്പോൾ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള അനുകൂല സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയും അത് കഴിഞ്ഞിട്ട് പതുക്കെ എന്ത് ചെയ്യും, ഭരണം കിട്ടിയാൽ മതി. BJPക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJPക്ക് കൂടുതൽ സീറ്റ് ഉണ്ടായിട്ട് BJP ഒരിക്കലും മുഖ്യമന്ത്രി ആയില്ലല്ലോ. ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിട്ട് ഒരിക്കലും മുഖ്യമന്ത്രി ആയില്ല. അപ്പൊ അതുകൊണ്ട് ദേ ആർ പേഷ്യന്റ് ഇനഫ്. അവർക്കറിയാം ഒരിക്കൽ ഇതൊന്ന് പിടിച്ചൊന്ന് കിട്ടിയാൽ മതി, പിന്നെ എന്ത് ചെയ്യാം, പിന്നെ അത് തുടരാനാവുമെന്ന്. മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ആ കാര്യത്തിന്റെ അടുത്ത ഘട്ടം എന്താണെന്നറിയാമോ? BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ലോക്സഭയിലേക്ക് അവരുടെ വോട്ടുകൾ എത്രയാണെന്നറിയാമോ? 51%, 54%, 57% വരെ. ഇപ്പം ഡൽഹി മുതൽ രാജസ്ഥാൻ മുതൽ മധ്യപ്രദേശ് മുതൽ ഉത്തർപ്രദേശുള്ള സംസ്ഥാനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ ഉണ്ടായില്ല, ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുത്തു വെച്ചാൽ 50% മുകളിലാണ്. അതായത് കേരളത്തിലും അതുപോലെ തന്നെ അത്തരത്തിൽ 50%-ന് മുകളിൽ വോട്ട് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വോട്ട് മേടിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. കേരളത്തിലുള്ള 54% വരുന്ന ഹിന്ദു മതവിഭാഗത്തിൽ ഏതാണ്ട് ഒരു 45%-ന്റെ വോട്ടുകൾ അവർക്ക് കിട്ടണം. അതായത് 20% കിട്ടണം. അല്ല, ഇപ്പൊ തന്നെ 20% കിട്ടി. 15-16% ലോക്സഭയിലെ ഞാൻ പറഞ്ഞോട്ടെ. 15-16%, 19.7% ഉണ്ട്. അതിൽ പക്ഷെ അവർ വിചാരിക്കുന്ന ഒരു 15% ഹിന്ദുക്കളേ ഉള്ളൂ. ബാക്കി 2-3% ഈ പറയുന്ന പോലെ 1-2% ക്രിസ്ത്യൻസിന്റെ വോട്ടാണ്. ക്രിസ്ത്യൻസിന്റെ വോട്ടിനും വലിയൊരു പ്രശ്നമുണ്ട്. ക്രിസ്ത്യൻസ് കേരളത്തിലുള്ള ഒരു 16%. 2011 സെൻസസ് പ്രകാരം 17% ഉണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു 1.5-2% കുറവാണ്. ഈ 15-16% വോട്ടുകൾ, ഈ 16% വോട്ടിൽ അവരൊരു 8% മാക്സിമം വന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കി ഏതാണ്ട് ഒരു 80% വരുന്ന ഹിന്ദുക്കൾ കൂടി ഇവർക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടിയും ഇടതുപക്ഷവും മൊത്തത്തിലും അടപടലം തകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തകരാനാണ് ഏറ്റവും നല്ലത്. അവർ അധികാരത്തിൽ നിർത്തിക്കൊണ്ടായിരിക്കുമെന്നാണ് ഇവർ ആദ്യം തെറ്റിദ്ധരിച്ചത്. അല്ല, ഇവരുടെ റിസർച്ച് ചെയ്ത് ഇവർ കൃത്യമായി കണ്ടെത്തി അവർ പ്രതിപക്ഷത്തിൽ നിന്നുണ്ടെങ്കിൽ കുറെ കൂടി എളുപ്പത്തിൽ തകരും എന്നുള്ള വിശ്വാസമാണുള്ളത്. പ്ലസ് UDF അധികാരത്തിൽ ഇരിക്കണം. ഇനി UDF അധികാരത്തിൽ വരുമ്പോൾ വെറുതെ അങ്ങാടി അധികാരത്തിൽ വന്നാലും പോരാ, നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വന്നാലുള്ള ഗുണം എന്താണെന്നറിയോ? ആ ഗുണം കൂടി വേറൊരു ഗുണം, ഒരു ആധിപത്യമായിരിക്കും. മുസ്ലിം ലീഗിന്റെ ഒരു ആധിപത്യമല്ല, മുസ്ലിം ലീഗിന്റെ ആധിപത്യമല്ല. അതിൽ നിന്ന് വേണമെങ്കിൽ 63-ൽ നിന്ന് ഒരു 20-22 MLA-മാർ ഇപ്പുറത്തേക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന വലിയ സാധ്യത ഉണ്ട്. ആ 20-22 MLA-മാർക്ക് അടുത്ത തവണ BJPയുടെ ഒപ്പം നിന്നാൽ, പണ്ട് BJPയുടെ ഒപ്പം നിന്ന് ജയിക്കാൻ വരില്ല, ഇപ്പൊ ആ സിറ്റുവേഷൻ മാറി. BJPയുടെ ഒപ്പം നിന്നാൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് പണം കൊടുത്ത് മാത്രം MLA-മാരെ മേടിക്കാൻ പറ്റില്ല എന്നുള്ളത് BJPക്ക് മനസ്സിലായി. കാരണം പണം കൊടുത്ത് മേടിച്ചിട്ട് കാര്യമില്ല, അവരെ ജയിപ്പിക്കാൻ കഴിയില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ 40, 45, 50 മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് ഒരു 10-20,000 വോട്ടുകൾ സ്വന്തമായി പിടിക്കാൻ കഴിയാവുന്ന ഒരാൾ വന്നാൽ 100% ജയിക്കാം. ആ ജയിക്കാൻ കഴിയാവുന്ന നിരവധി MLA-മാരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അങ്ങനെ അടപടലം പോന്നുകൊണ്ടാണ് ഇപ്പൊ സുവേന്ദു അധികാരി ആരാണ്? 5 കൊല്ലം അവിടെ എന്ത് ചെയ്തിട്ട് BJPയുടെ ഒപ്പം പോയിട്ട് വെറും 5 കൊല്ലമേ ആയുള്ളൂ. അപ്പൊ ഹിമന്ത ബിശ്വ ശർമ്മ ആരാണ്? കോൺഗ്രസ്. അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ പിടിക്കണമെങ്കിൽ ഉള്ള വഴി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? കൂടുതൽ ഒഴിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? വെള്ളം ഉടന്ന് ചാടിക്കുക. ഗ്ലാസ്സിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് പുറത്തേക്ക് ചാടുമല്ലോ എന്ന് പറഞ്ഞു ചാടിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴാണ് കോൺഗ്രസിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്നല്ലേ? തെറ്റാണ്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാകുമ്പോൾ എവിടെയെന്നറിയാമോ? 10-11 മന്ത്രിസ്ഥാനമാക്കി കിട്ടണം, മുഖ്യമന്ത്രി ഉൾപ്പെടെ. 10 മന്ത്രിസ്ഥാനം വിട്ടുള്ളൂ. ഈ 10 മന്ത്രിമാർക്ക് വേണ്ടിയിട്ട് ഈ 63-ൽ ഏതാണ്ട് 43 പേരും പിടിയായിരിക്കും. ആർക്കൊക്കെ കൊടുക്കും? കൊടുക്കാതിരിക്കുന്നവരുടെ നിലപാട് എന്തായിരിക്കും? നാളെ അവർക്ക് ഒരുപാട് ഓഫറുകൾ BJPക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സാധ്യതകൾ BJPയുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്. ഇനി BJPക്ക് താങ്കൾക്ക് തോന്നുന്നുണ്ടോ മുസ്ലിം ലീഗ് അടക്കം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷികളടക്കം നാളെ BJPയോട് ചേരാൻ ബുദ്ധിമുട്ടുണ്ടാവും? മുസ്ലിം ലീഗിന് ചില ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞാൽ കേരള കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. വേറെ LDFന്റെ ഒപ്പം നിൽക്കുന്ന കക്ഷികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? ഇല്ല. ജനതാദൾ നേരത്തെ തന്നെ ചേർന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു സാധ്യതയുടെ ഉരുത്തിരിയലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ വിചാരിക്കുന്നത് ഒരു 50% പണി അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, അങ്ങനെ പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ സത്യം അതാണ്,
ജോസഫ് വിജയ് അവിടെ അധികാരത്തിലേറുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്ന സഖ്യവും അധികാരത്തിലേറുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2000 ലഡു ഇവിടെ കേരളത്തിലൊക്കെ മേടിച്ച് പല സ്ഥലത്തും BJP ഓഫീസ് വെച്ചെന്ന് ഞാൻ ആദ്യം വിചാരിച്ച് ഇവർക്ക് എന്താ തലക്കൊളിവില്ലേതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി സത്യത്തിൽ അവരാണ് ലഡു കഴിക്കേണ്ടത് അവരാണ്. ലഡുവും ഹൽവയും ജിലേബിയും ഒക്കെ മേടിച്ച് വേണമെങ്കിൽ ഒരു വലിയ ബൂസ്റ്റ് പാർട്ടി കൂടി നടത്തിയപ്പോഴും തെറ്റില്ല, അത് നടത്തേണ്ടത് അവരാണ്. കാരണം അവരെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ്. ഒരു 15-20% വോട്ട് എന്ന് പറഞ്ഞാൽ 30% വോട്ടിലേക്ക് അവരെത്തുന്ന സമയത്ത് കേരളം അവരുടെ കയ്യിലായി കഴിഞ്ഞു.